5/2/2016 നടന്ന കേരള PSCയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2ൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പാർട്ട് 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഓഫ് പ്രൊഡക്ട്സ്, ആനിമൽ, എക്സെട്ര? Option 1 RAID, Option 2 RFID, Option 3 router and Option D none of the above. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ നമ്മൾ 3 RAID, RFID, റൗട്ടർ, ഇത് 3 നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത 3 പുതിയ ടോപ്പിക്സ് ആണ്. അപ്പോൾ RAID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് ആണ്. മുമ്പ് നമ്മൾ ഇതിന് മുൻകാലങ്ങളിൽ റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടി ഒരു സിംഗിൾ മെമ്മറി ഡിവൈസ് യൂസ് ചെയ്യാതെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ ഡിസ്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഎക്സ്പെൻസീവ് ഡിസ്ക് എന്ന് പറഞ്ഞത്. പക്ഷേ റീസെൻ്റ് ആയിട്ട് നമ്മൾ ഹാർഡ് ഡിസ്ക് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് റിഡൻഡൻറ്റ് അറേ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു പോരുന്നു. അപ്പോൾ ഈ RAID ടെക്നോളജിയിൽ 7 ലെവൽസ് ആണുള്ളത്. 0 to 6 അങ്ങനെ 7 ലെവൽസ് ആണുള്ളത്. അത് ലെവൽ 0 എന്ന് പറയുന്നത് നോൺ റിഡൻഡൻ്റ് ആണ്. അത് ആക്ച്വലി ഇതിൻ്റെ മെമ്പറായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിൽ പോലും അതുകൂടെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി ലെവൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിറേർഡ് ആണ്. ഓക്കെ, ദെൻ ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻസി ത്രൂ ഹാമിംഗ് കോഡ്, അതായത് ഹാമിംഗ് കോഡ് കൂടി യൂസ് ചെയ്തുകൊണ്ടുള്ളതാണ്. വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നതാണ് ലെവൽ 2. ദെൻ ലെവൽ 3 എന്ന് പറയുന്നത് ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി ആണ്. ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി. ദെൻ ലെവൽ 4 എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ പാരിറ്റി. റീഡ് 5 എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റി. ദെൻ ലെവൽ 6 എന്ന് പറഞ്ഞാൽ ഡ്വൽ റിഡൻഡൻസി. അപ്പോൾ എത്രയുണ്ട്? 0 to 6. ഫസ്റ്റ് എന്ന് പറയുന്നത് ലെവൽ 0 ആണ്, അത് നോൺ റിഡൻഡൻ്റ് ആണ്. സെക്കൻഡ് വൺ, അതായത് ലെവൽ 1 എന്ന് പറയുന്നത് മിറേർഡ് ആണ്. ദെൻ ലെവൽ 2 എന്ന് പറയുന്നത് റിഡൻഡൻസി ത്രൂ ഹാമിംഗ് കോഡാണ്. ദെൻ 3, അതായത് ലെവൽ 3 എന്ന് പറയുന്നത് അതിൽ ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി ആണ്. ഇവിടെ നമുക്ക് ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ പാരിറ്റി കൂടിയുണ്ട്, അതായത് പാരിറ്റി, ബിറ്റ് ഇൻ്റർലീവ്ഡ് പാരിറ്റി. ദെൻ ഫോർത്ത് ബ്ലോക്ക് ലെവൽ പാരിറ്റിയാണ്. മറ്റേത് ബിറ്റ് ആണെങ്കിൽ ഇത് ബ്ലോക്ക് ലെവലാണ്, ബ്ലോക്ക് ലെവൽ പാരിറ്റി. ലെവൽ 5 എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ തന്നെയാണ്, പക്ഷെ പാരിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റിയാണ്. ബ്ലോക്ക് ലെവലാണ് പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റിയാണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് പാരിറ്റി. ദെൻ ലെവൽ 6 എന്ന് പറയുന്നത് ഡുവൽ റിഡൻഡൻസിയാണ്, അതായത് അതിൽ 2 പാരിറ്റി ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് RAIDനെ കുറിച്ച് പറയാനുള്ളത്. ഇനി RFID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ ആണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പശുവിൻ്റെ ഒക്കെ ചെവിയിൽ ഇങ്ങനെ നമുക്കൊരു ഐഡൻറ്റിറ്റി പോലെ വെക്കുന്നത് കാണാം. അതൊക്കെ റേഡിയോ ഫ്രീക്വൻസി RFIDയിൽ യൂസ് ചെയ്യുന്നതാണ്. ഇത്രയും ഡിഫറെൻറ്റ് ചിപ്സ് ഉണ്ട് ആക്ച്വലി. അതാണ് ഈ RFID കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആ ടാഗും ഒരു റീഡറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റീഡർ എന്ന് പറയുന്ന ഡിവൈസ് ഹാസ് 1 or more ആൻറ്റിനാസ് ദാറ്റ് emit radio waves and receive signals back from the RFID tag. അപ്പോൾ എന്താണ് ഒരു ആൻറ്റിന? ഈ ഒരു റീഡറിൻ്റെ കേസിൽ അവിടെ ഒരു ആൻറ്റിനാസ് ഉണ്ടാവും. അതാണ് ഈ റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്യുന്നത്. ആ റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഒരു ടാഗ് ഉണ്ടെങ്കിൽ ആ ടാഗിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസ് അത് കളക്ട് ചെയ്യും, അത് റിസീവ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ മെയിനായിട്ട് റേഡിയോ വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റേഡിയോ വേവ്സ്. അതാണ് ഇതിൻ്റെ RFIDൻ്റെ കേസിൽ പറയാനുള്ളത്. അത് നമുക്ക് ബാർകോഡ് റീഡർ പോലെ തന്നെയാണെങ്കിൽ കൂടി അത് ലൈൻ ഓഫ് സൈറ്റ് ആണ് ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു ലൈൻ ഓഫ് സൈറ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, ലൈൻ ഓഫ് സൈറ്റ് അല്ല. അതുകൊണ്ട് ദെൻ ഇവിടെ RFIDയിൽ 2 ടൈപ്പ് ഉണ്ട്, പാസീവ്, ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. പാസീവ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ബാറ്ററീൻ്റെ ആവശ്യം വരുന്നില്ല. അവിടെ ഒരു ജസ്റ്റ് ഒരു മൈക്രോ ചിപ്പ്
ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്നുണ്ടാവും. നിങ്ങൾ ചിപ്സൊക്കെ നിങ്ങൾക്ക് ഈ കൈയുടെ ഇടയിലൊക്കെ നമുക്ക് ഘടിപ്പിക്കാൻ വേണ്ടി പറ്റുന്ന, ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, ബോഡിയുടെ അടിയിൽ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന. അപ്പോൾ അത്തരത്തിലുള്ള RFIDs നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ആനിമൽസിനെ ട്രാക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രൊഡക്ട്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ RFID എന്ന് പറയുന്ന ടെക്നോളജി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് റൗട്ടർ. റൗട്ടർ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. ഓക്കെ, ഇത് നെറ്റ്വർക്കിംഗ് ഡിവൈസാണ്. ഇത് ലെയർ 3, അതായത് നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസാണ്. നെറ്റ്വർക്ക് ലെയർ നമുക്കറിയാം, ഒരു OSI മോഡലൊക്കെ പറയുമ്പോൾ അവിടെ 7 ലെയേഴ്സ് ഉണ്ട്. അതിൽ 3rd ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ആ നെറ്റ്വർക്ക് ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റൗട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഡാറ്റ പാക്കറ്റ്സിനെ റിസീവ് ചെയ്യാനും അതുപോലെ അനലൈസ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഫോർവേഡ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് റൗട്ടർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പാക്കറ്റ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് ഇവിടെ ഒരു റൗട്ടിംഗ് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് റൗട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് റൗട്ടിംഗ് അൽഗോരിതംസ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ റൗട്ടിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്തുകൊണ്ട് റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യും, ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൗട്ടിംഗ് ടേബിൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഓരോ പാത്ത് സെലക്ട് ചെയ്യുന്നത്. ആ പാത്തിലൂടെ ആയിരിക്കും ഡാറ്റ പാക്കറ്റ്സ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ പ്രാവശ്യം ഈ റൗട്ടിംഗ് ടേബിൾ നോക്കും. ആ ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ട്രാഫിക്കിൻ്റെ അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്തിൻ്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ റൗട്ടിംഗ് ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ റൗട്ടിംഗ് ടേബിൾ അനുസരിച്ച് കൊണ്ട് ഏറ്റവും മിനിമം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡാറ്റ സോഴ്സിനും ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇൻ്റലിജൻ്റ് ആണ്. കാരണം ഒരുപാട് ഡിവൈസ് നമുക്ക് ഹബ്ബ് സ്വിച്ചൊക്കെ പറയുമ്പോൾ ഹബിനൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആണ്, കുറച്ചും കൂടി അനലൈസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇത് ഫോർവേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ആ ഡിവൈസസിനേക്കാൾ കുറച്ചും കൂടി എക്സ്പെൻസീവും കൂടിയാണ്. ഓക്കെ, ഇപ്പോൾ D-Link അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റൗട്ടറിൻ്റെ കേസിൽ പറയാൻ വേണ്ടി പറ്റുന്ന ചില എക്സാമ്പിൾസാണ്. സിസ്കോവും D-Link ഒക്കെ ഇത്തരത്തിലുള്ള റൗട്ടേഴ്സ് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, RFID ആണ്. ഓക്കെ, റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. Next, SIM is the abbreviation of Subscriber Identification Module, Subscriber Information Machine, Subscriber Information Mobile, System of Information Mobile. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂളാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് സിം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആണല്ലേ. ഇപ്പോൾ സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും, അതിലൊരു യുണീക്കായിട്ടുള്ളൊരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി, അതായത് IMSI, ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ സെക്യൂരിറ്റി ഒതൻറ്റിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരു സിമ്മിലുള്ളതാണ്. ദെൻ ഇത്തരത്തിലുള്ള ഇതിനെ നമുക്ക് ചില സിംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കോൺടാക്ട് നമ്പേഴ്സ് കൂടി സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൂടി ആ ഡാറ്റ ഇൻഫോർമേഷൻസ് കൂടി ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു സിമ്മിൻ്റെ കേസിൽ പറയാനുള്ളത്. ദെൻ പിന്നെ PUK നമ്പർ, പിൻ നമ്പർ, ഇതൊക്കെ ഈ ഒരു സിമ്മിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടാവും. ഓക്കെ, ഉൾക്കൊള്ളുന്നുണ്ട് സോറി. ദെൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ, ROM, RAM, EPROM, PROM. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ പറയാം. കാരണം ROM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി, RAM റാൻഡം ആക്സസ് മെമ്മറി, EPROM ഇലക്ട്രിക്കലി പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, 4th വൺ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പം ബാക്കിയെല്ലാം ROM ആണ്, ഒന്ന് മാത്രമേ എന്തുള്ളൂ, RAM ഉള്ളൂ. അല്ല, ROM എന്ന് പറയുന്നത് എല്ലാം എന്താണ്, നോൺ വോളറ്റൈലാണ്. RAM എന്ന് പറയുന്നത് വോളറ്റൈലാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, RAM ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ കമ്പ്യൂട്ടേഴ്സ് വിച്ച് ഹാവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പം ഇതിൽ ഓപ്ഷൻസ് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ. ഈ 4 ജനറേഷൻസ് ആണ് പറഞ്ഞത്. ഇതിൽ ആക്ച്വലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 5th ജനറേഷൻ ആണ്.
പക്ഷേ നമുക്കിത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിതിവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ 5 ജനറേഷനാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം 1940 മുതൽ 1956 വരെയായിരുന്നു ഫസ്റ്റ് ജനറേഷൻ ഉണ്ടായിരുന്നത്. അത് വാക്വം ട്യൂബ്സ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, വാക്വം ട്യൂബ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ സർക്യൂട്ടറി എന്ന് പറയുന്നത് വാക്വം ട്യൂബ്സ് ആണ്. പിന്നെ അതിന് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മാഗ്നറ്റിക് ഡ്രം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് ജനറേഷനിൽ പറയാനുള്ളത്. ഇതിലുള്ള നോട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് എന്ന് പറയുന്നത് യുനിവാക്, അതുപോലെ തന്നെ ENIAC ഇതിലെ നോട്ടബിൾ ആയിട്ടുള്ള മെഷീൻസ് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് തുടങ്ങും 1956 തന്നെയാണ് തുടങ്ങുന്നത് ടു 1963. ഇപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആവുന്ന സമയത്ത് അത് ട്രാൻസിസ്റ്ററായി. ഓക്കെ, ട്രാൻസിസ്റ്ററാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ സെക്കൻഡ് ജനറേഷൻ ആകുമ്പോൾ നമ്മുടെ അസംബ്ലി ലാംഗ്വേജൊക്കെ വന്നു തുടങ്ങി. അതുപോലെ തന്നെ ഇതിൽ മാഗ്നറ്റിക് ഡ്രംന്നും മാഗ്നറ്റിക് കോർ ടെക്നോളജിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞു. കബോൾ പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വന്നു തുടങ്ങിയത് ഈ സെക്കൻഡ് ജനറേഷനിലായിരുന്നു. കബോൾ, ഫോർട്രാൻ ഒക്കെ വന്നു തുടങ്ങിയ സെക്കൻഡ് ജനറേഷനിലായിരുന്നു. ദെൻ തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത് 1964 തൊട്ട് 1971 വരെയായിരുന്നു. അത് IC ചിപ്സ് ആയിരുന്നു ഇതിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. IC ചിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സെമി കണ്ടക്ടർ സിലിക്കൺ ചിപ്സ് ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ ആക്ച്വലി ഫസ്റ്റ് കമ്പ്യൂട്ടർ യൂസർ ഒരു കീബോർഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു, IC. ഓക്കെ, ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് 1972 തൊട്ട് 2010. ഇത് മൈക്രോ പ്രോസസ്സറൊക്കെ യൂസ് ചെയ്തത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു പേരാണ് ഇൻറ്റൽ. ഓക്കെ, ഇൻറ്റലാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിപ്പ് മേക്കേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റലാണ്. ഇൻറ്റലിൻ്റെ ഫസ്റ്റ് പ്രോസസ്സർ എന്ന് പറയുന്നത് ഇൻറ്റൽ 4004 ആണ്. 4004 ആണ്. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ ഇതിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസസ് ഒക്കെ യൂസ് ചെയ്തതും ഈ ഒരു കാലഘട്ടത്തിൽ 1972 to 2010. ദെൻ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അത് 2010 തൊട്ട് ഇപ്പോഴും ഇത് തന്നെയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുമ്പോൾ അത് മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താൻ വേണ്ടി പറ്റില്ല. കാരണം ഇവിടെ ക്വാണ്ടം കമ്പ്യൂട്ടേഷനും നാനോ ടെക്നോളജിയും അതുപോലെ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഒക്കെ വരുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് അത് ഏതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, നമ്മുടെ ഫിഫ്ത്ത് ജനറേഷനിൽ തന്നെ പറയാൻ വേണ്ടി പറ്റുന്നതാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം ട്യൂബ്സ്, സെക്കൻഡ് ജനറേഷൻ ട്രാൻസിസ്റ്റർ, തേർഡ് ജനറേഷൻ IC ചിപ്സ്, ഫോർത്ത് ജനറേഷൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആക്ച്വലി ഈ ഓപ്ഷൻസിൽ ഇല്ല. നെക്സ്റ്റ്, ഹൗ മെനി ബിറ്റ്സ് ആർ ഇൻ എ നിബിൾ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ് എന്താണ് നിബിൾ എന്നുള്ളത്. കാരണം 1 ബിറ്റ് നമുക്കറിയാം, ബൈനറി ഡിജിറ്റ് ആണെന്ത് ബിറ്റ് എന്ന് പറയുന്നത്. ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ടാണ് ബിറ്റ്. അപ്പം 1 ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അങ്ങനെയുള്ള 4 ബിറ്റ്സ് ചേർന്നതാണ് എന്ത് നിബിൾ എന്ന് പറയുന്നത്. 4 ബിറ്റ്സ് നിബിൾ, 8 ബിറ്റ്സ് 1 ബൈറ്റ്. അപ്പം ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ഓൺ ഡിമാൻഡ് സർവീസ്, സോഫ്റ്റ്വെയർ സർവീസ്, പ്ലാറ്റ്ഫോം സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്. ഇപ്പോൾ ഈ ഓപ്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരു ഓൺ ഡിമാൻഡ് ഡെലിവറി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ആൻഡ് റിസോഴ്സസ് ആണ്, ഇൻക്ലൂഡിങ് സെർവേഴ്സ്, സ്റ്റോറേജ്, ഡാറ്റാബേസസ്, നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർസ് എക്സ്ട്രാ. അപ്പോൾ ഇതെല്ലാം ഒരു ഇൻ്റർനെറ്റിലൂടെയുള്ള ഓൺ ഡിമാൻഡ് ഡെലിവറി ഓഫ് സർവീസസ് ആൻഡ് റിസോഴ്സസ് ആണ്. അതായത് നമുക്കിപ്പോൾ ഒരു സ്റ്റോറേജിന് വേണ്ടി നമുക്ക് നമ്മുടെ തന്നെ ഫോൾഡറിൽ സേവ് ചെയ്യുന്നതിന് പകരം നമുക്ക് റിമോട്ടായിട്ടുള്ള ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാം. ദെൻ അവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് റിട്രീവ് ചെയ്യാം. അതാണ് ഈ ഒരു സ്റ്റോറേജിൻ്റെ കേസിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇൻഫോർമേഷൻസ് നമുക്കൊരു റിമോട്ടിൽ ഒരു ക്ലൗഡ് അല്ലെങ്കിൽ ഒരു വെർച്വൽ സ്പേസിൽ സ്റ്റോർ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഒരു ഇൻ്റർനെറ്റിലൂടെ
നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതുപോലെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ടൈപ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം സർവീസും സോഫ്റ്റ്വെയർ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഒക്കെ ഇതിൽ വരുന്നതാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യം എന്താണ്? ഓൺ ഡിമാൻഡ് സർവീസസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഏതിൽ പെടുന്നതാണ്? ഓൺ ഡിമാൻഡ് സർവീസിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം ആമസോൺ വെബ് സർവീസസ്, അതുപോലെ ഗൂഗിൾ ക്ലൗഡ്, മൈക്രോസോഫ്റ്റിൻ്റെ ആസ്വർ, IBM ക്ലൗഡ്, ആലിബാബ ക്ലൗഡ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് സർവീസസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലെ ക്ലൗഡ് സർവീസസിൽ നമുക്ക് പബ്ലിക്കും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റും ഉണ്ട്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നേരെ മറിച്ച് പ്രൈവറ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് പ്രൈവറ്റ് ക്ലൗഡ് സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി നിങ്ങൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കൂടെ തന്നെ ഓർത്തു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് സർവീസസ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ് ടു റീഡ് PDF ഫയൽസ്? MS വേർഡ്, MS എക്സൽ, PowerPoint, Acrobat റീഡർ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ വേറൊന്നുമില്ല. PDF എന്ന് പറയുന്നത് നമ്മൾ Acrobat റീഡറാണ്. ഓക്കെ, വേർഡ് പ്രോസസ്സർ MS വേർഡ്, എക്സൽ എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ്, PowerPoint പ്രസൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് Acrobat റീഡറാണ്. നെക്സ്റ്റ്, MIPS മീൻസ് മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, മൾട്ടിപ്പിൾ ഇൻഫോർമേഷൻ പെർ സെക്കൻഡ്, മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്, നൺ ഓഫ് ദി എബോവ്. MIPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിൻ്റെ റോ സ്പീഡ് മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്, മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ് MIPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാം നമുക്ക് അതിലേക്ക് നോക്കുന്നില്ല. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സറിൻ്റെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ IO സ്പീഡ് ഇതൊന്നും ബോദർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ പ്രോസസ്സറിൻ്റെ റോ സ്പീഡ് മാത്രമാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു 100 MIPS റേറ്റിലൊരു കമ്പ്യൂട്ടറിനെക്കാട്ടും നമുക്ക് 120 MIPS ഉള്ളൊരു കമ്പ്യൂട്ടറിൻ്റെ റേറ്റ് സ്പീഡ് കൂടുതലാണോ കുറവാണോ എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറവായിരിക്കും. കാരണം 100 റേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറായിരിക്കും കുറച്ചും കൂടി സ്പീഡ് ഫാസ്റ്റായിട്ട് ഉണ്ടാവുക. കാരണം അതിൻ്റെ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ അതിൻ്റെ IO സ്പീഡോ ഒന്നും ഇത് ബോദർ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് MIPSൽ പറയാനുള്ളത്. അപ്പോൾ MIPS എന്ന് പറയുന്നത് എന്താണ്? അതൊരു കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്, MIPS. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? മില്യൺസ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ? MS Access, PowerPoint, MS Excel, വേർഡ് പ്രോസസ്സർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് PowerPoint ആണ്. MS Access എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഡാറ്റാബേസിൻ്റെ ആണ് ആപ്ലിക്കേഷൻ. അതുപോലെ MS Excel എന്ന് പറയുന്നത് സ്പ്രെഡ്ഷീറ്റ്, വേർഡ് പ്രോസസ്സർ വേർഡ് ഡോക്യുമെൻറ്റ്. അത് MS വേർഡ് ആണ്. വേർഡ് പ്രോസസ്സർ ഉദ്ദേശിച്ച് ഞാൻ അതിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെതാണ് ഇത് MS വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ PowerPoint എന്ന് പറയുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ PowerPoint. ദെൻ in an MS Word document, Ctrl+Delete keys can be used for delete a letter, delete a row, delete a paragraph, delete a word. അപ്പോൾ Ctrl+D എന്ന് പറയുന്നത് ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ delete a word. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.